അസ്സലാമലൈക്കും ഗായ്സ്. ഇന്നത്തെ നമ്മുടെ ജീവിതം കുറച്ച് വെറൈറ്റി ആണ്. റെഡിനോടുള്ള മുഹബത്ത്. ഇന്ന് ചോപ്പിന് മാത്രം ഞാൻ ലവ് അടിച്ചു. ഈ ടാസ്ക് ഇച്ചിരി ടാസ്ക് ഉണ്ട്. പിന്നെ ക്രിസ്മസ് പാടിയല്ലേ, ഇനി നമുക്ക് അപ്പൂപ്പനായിട്ട് സമ്മാനം കൊടുക്കാം. പിന്നെ ചോപ്പ് വണ്ടി ഒപ്പിച്ചു. ഇന്റെ ഒപ്പം വരണമെങ്കിൽ ചോപ്പ് ഇട്ടാണ്ട് വരാൻ പറ്റുള്ളൂ പറഞ്ഞത്. ഓൻ എവിടെ നിന്നൊക്കെ ഒപ്പിച്ചു ചോപ്പ്. റെഡ് ആയതുകൊണ്ട് ഫുഡ് ഒന്നും കഴിക്കണം. ഇന്ന് റെഡ് ഇട്ടോൾക്ക് മാത്രമേ നമുക്ക് സമ്മാനം കൊടുക്കാം. ഇന്നാണെങ്കിലും നോക്കുന്നതൊക്കെ റെഡ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒന്ന് വിചാരിച്ചിറങ്ങിയ പിന്നെ കാണുന്നതൊക്കെ തന്നെ. എന്തൊരു ഇതാണ്. അപ്പൊ നമുക്ക് ഇനി കാണുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം. നമ്മളെവിടുത്തെ അപ്പൂപ്പനൊക്കെ ഞാൻ തന്നെ. ക്രിസ്മസ് ആയിട്ട് ഇനി ആർക്കും ഗിഫ്റ്റ് ഇട്ടില്ല വേണ്ട. ഇതിനാണെങ്കിൽ റെഡ് കളർ കിട്ടണില്ല. ആദ്യം നമുക്ക് റെഡ് ഇട്ടോൾക്ക് തന്നെ കൊടുക്കാം. അതല്ലേ സാന്റാ ക്ലോസ് അതിന്റെ ഒരു ഇത്. പിന്നെ നമ്മൾ എല്ലാവർക്കും റെഡ് കളറാണ് സെലക്ട് ചെയ്തത്. ചിലവരൊക്കെ എക്സ്പ്രഷൻ കണ്ടാൽ സാന്റാ ക്ലോസ് പോലെ മുമ്പിൽ വന്ന മാതിരി നമ്മളെ കണ്ടാതേമാരൊക്കെ തോന്നുന്നില്ല. പിന്നെ തലങ്ങും മേലൊക്കെ ചെറുക്കന്മാർ റെഡ് ആണ്. നെയ്റ്റ് നമുക്ക് ഗിഫ്റ്റ് കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഈ ഒരു റീസൺ കൊണ്ട് നമുക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കണം. എനിക്കാണെങ്കിൽ ചോപ്പ് കളർ നല്ല ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ഫേവറേറ്റ് കളർ ഏതാ? ഈ ഗിഫ്റ്റ് ആർക്കാ കൊടുക്കുക? ചോപ്പ് ഇട്ടോൾക്ക് മാത്രം കൊടുത്തപ്പോ ഈ ചെറുക്കനെ കണ്ടപ്പോ പാവം തോന്നി. അപ്പൂപ്പന്റെ വക എന്നൊരു ഗിഫ്റ്റ്. ഇനി നമ്മൾ റെഡ് ഇട്ടോൾക്ക് മാത്രമേ കൊടുക്കണൂ. അല്ലെങ്കിൽ ഗെയിം രസം ഉണ്ടാവില്ല. ഈ ട്യൂബ് ലൈറ്റ് നമ്മൾ ആർക്കും കൊടുക്കുക? ട്യൂബ് ലൈറ്റ് ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടെങ്കിൽ ആ ട്യൂബ് ലൈറ്റ് നമ്മുടെ മെൻഷൻ ആയി കളി. പിന്നെ ഞങ്ങൾ റെഡ് ഇട്ടോലൊക്കെ ഒരു ടീമായി. ഇനി നമുക്ക് ചെറിയൊരു പാർട്ടി പാടുണ്ട്. അതിൽ ഫുള്ള് റെഡ് ആട്ടോ. നമുക്ക് പിന്നെ പാക്ക് ആക്കിയാലോ? ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്ക് ഓൾറെഡി പലവട്ടം പറഞ്ഞു ചോപ്പ് കളർ ഒട്ടിച്ചാൽ. ഇത് മാത്രമാണ് എന്റെ ചോപ്പ് മാറിയത്. പിന്നെ കേക്ക് കണ്ടില്ലേ, നമ്മൾ ചോപ്പന്നെ എടുത്തത്. അങ്ങനെ ചോപ്പിട്ട ജീവിതം കുറച്ച് അടങ്ങാറാണ്. അടുത്ത കളർ കമന്റ് നെക്സ്റ്റ് ഡേ വിച്ച് കളർ. അപ്പൊ ശരി, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.